ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ 13ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള നിയമങ്ങൾ, കമ്പനീസ് നിയമങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ക്രൗൺസ് നിയമത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. ആ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം നമ്മളിടുന്ന ക്ലാസ്സിൻ്റെ PDF നോട്ടും അതേപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സും ലഭിക്കുന്നതിന് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി നിങ്ങൾ അംഗമാകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് ഫസ്റ്റ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ആഗസ്റ്റ് ഓഫറിനെ കുറിച്ചാണ്. PSC എക്സാമുകളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു വർഷത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷം തന്നെയാണ് ആഗസ്റ്റ് ഓഫർ. ആഗസ്റ്റ് ഓഫർ നടന്ന വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1940 ആഗസ്റ്റ് ഓഫർ നടന്നത്. 1939 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ ഒരു ഓഫർ ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം ആ ഒരു സമയത്ത് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്ന ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകളുടെ ആവശ്യം അവർക്ക് വളരെയധികം വന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് അവരെന്ത് ചെയ്തത്, ഈ പറയുന്ന ആഗസ്റ്റ് ഓഫർ ഇങ്ങോട്ടേക്ക് പ്രഖ്യാപിച്ചത്. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാന്ന് ഒത്തിരി തവണ PSC എക്സാമുകളിൽ ചോദിച്ചതാണ്. ആരാന്ന് ചോദിച്ചാൽ ലിൻ ലിത്ഗോ പ്രഭു ആണ്. അപ്പോൾ ആഗസ്റ്റ് ഓഫർ മുന്നോട്ടേക്ക് വച്ച വൈസ്രോയി അല്ലെങ്കിൽ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതിൻ്റെ ഉത്തരം ലിൻ ലിത്ഗോ പ്രഭു ആണ്. ഓക്കെ, ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വർഷം, ഡേറ്റ് അതേപോലെ തന്നെ ദിവസം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വയ്ക്കണം. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് 1940 ഓഗസ്റ്റ് 8 അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കണം. കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോൾ വരുന്ന എക്സാമുകളിലൊക്കെ ഇയർ മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത്, അതിൻ്റെ മാസം ഏതാന്നുള്ളതും അതേപോലെ തന്നെ ഏത് ദിവസമാണ് നടന്നതെന്നും കൂടി നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ തേടുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് വാഗ്ദാനം മുന്നോട്ട് വച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വിൻസ്റ്റൺ ചർച്ചിലാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ വാഗ്ദാനം മുന്നോട്ടേക്ക് വച്ച സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്, വിൻസ്റ്റൺ ചർച്ചിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്, ലിൻ ലിത്ഗോ പ്രഭു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവിയും അതേപോലെ തന്നെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകാം എന്നുള്ളതായിരുന്നു വാഗ്ദാനം എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടും നിലവിൽ കൊടുക്കുകയല്ല ഭരണം എന്ന് പറയുന്നത്. അതായത് ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഡൊമീനിയൻ സ്റ്റാറ്റസ് ആണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. അതായത് പുത്രികാ രാജ്യ പദവി എന്ന് പറയുന്നത്. അതായത് റൂൾസ് എല്ലാം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും, ബ്രിട്ടീഷുകാരായിരിക്കും. പക്ഷേ കുറച്ച് പ്രതിനിധികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്തേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് ഓഫർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള മറ്റൊരു തന്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓഗസ്റ്റ് ഓഫർ പ്രകാരം കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ശരിക്കും നൽകിയത്. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് ഓഫർ പ്രകാരം കൂടുതൽ ഇന്ത്യക്കാരെ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുത്തുന്നു. അങ്ങനെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടിയും വിപുലീകരിക്കുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസും അതേപോലെ തന്നെ മുസ്ലിം ലീഗും ഈ ഓഗസ്റ്റ് ഓഫർ വാഗ്ദാനത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓഗസ്റ്റ് ഓഫറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഓഗസ്റ്റ് ഓഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1939 രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ തേടുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു എന്തെന്ന് പറയുന്നത് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്ന ഇന്ത്യ എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് അവരെ സഹായിക്കാനായിട്ട് അവർക്ക് ഇവിടെ നിന്നുള്ള ആൾബലം കൂടിയേ തീരൂ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ആളുകളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം, ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എന്താണ് ഇവിടെയുള്ള ആളുകളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അതിനു വേണ്ടി നടത്തിയ ഒരു മറ്റൊരു എന്താണ് ഈ പറയുന്ന കപട നാടകം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം, ഓഗസ്റ്റ് ഓഫറിനെ. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ നടന്ന വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. ആരാണ് പ്രഖ്യാപിച്ച വൈസ്രോയി എന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? ലിൻ ലിത്ഗോ പ്രഭു ആണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി എന്ന് പറയുന്നത്. ഓഗസ്റ്റ് ഓഫർ വാഗ്ദാനം മുന്നോട്ടേക്ക് വെച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, വിൻസ്റ്റൺ ചർച്ചിലാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓഗസ്റ്റ് ഓഫർ പ്രകാരം ഇന്ത്യക്കാർക്ക് എന്താണ് ഡൊമീനിയൻ സ്റ്റാറ്റസ്, അതായത് പുത്രികാ രാജ്യ പദവി നൽകാം എന്നുള്ളത് മാത്രമായിരുന്നു എന്ത് ഈ പറയുന്ന വാഗ്ദാനത്തിലുണ്ടായിരുന്നത്. അതുമൂലം എന്താണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് എന്ത് ചെയ്യുന്നു, കുറച്ച് ഇന്ത്യക്കാരെ കൂടി എന്ത് ചെയ്യുന്നു, കയറ്റുന്നു. അങ്ങനെ അതെന്താണ് ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഒന്ന് വിപുലീകരിക്കുന്നു. പക്ഷേ എന്താണ് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറഞ്ഞ രണ്ട് ടീമുകളാണ്, ഒന്ന് മുസ്ലിം ലീഗും അതേപോലെ തന്നെ കോൺഗ്രസും. ഈ രണ്ട് കാര്യവും ഓർത്തു വയ്ക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന് ആഗസ്റ്റ് ഓഫർ നടന്ന വർഷം എന്നാ ചോദിച്ചാൽ 1940 ഓഗസ്റ്റ് 8. ഓഗസ്റ്റ് ഓഫർ മുന്നോട്ടേക്ക് വെച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ലിൻ ലിത്ഗോ പ്രഭു ആണെന്ന് ഓർത്തു വയ്ക്കുക. ഓഗസ്റ്റ് ഓഫർ മുന്നോട്ടേക്ക് വയ്ക്കുമ്പോൾ ആരായിരുന്നു ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ അത് വിൻസ്റ്റൺ ചർച്ചിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഓഗസ്റ്റ് ഓഫറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമീനിയൻ സ്റ്റാറ്റസ്, അതായത് പുത്രികാ രാജ്യ പദവി നൽകുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഓഫർ കൊണ്ട് ആകെ ഇന്ത്യക്കാർക്ക് കിട്ടിയത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് കുറച്ച് ഇന്ത്യക്കാരെ കൂടി എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. ഇത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇന്ത്യ എന്ന് പറയുന്ന ബ്രിട്ടന്റെ കോളനി എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന പ്രവർത്തനങ്ങളിൽ, രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ തേടുന്നതിന് വേണ്ടി നടത്തിയ ഒരു കപട നാടകം. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ആഗസ്റ്റ് ഓഫർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിക്കാറുള്ളൂ. അത് നമ്മൾ മൊത്തം പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് പഠിക്കാം ക്രിപ്സ് മിഷനെ കുറിച്ച്. ക്രിപ്സ് മിഷൻ എന്നാണ് ക്രിപ്സ് മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്രിപ്സ് മിഷന്റെ ചെയർമാൻ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇത് ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, ബേസ് ലെവലായിട്ടുള്ള LGS LDC മുതലായ എക്സാമുകളിലൊക്കെ ചോദിച്ച ചോദ്യമാണ്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടന്റ്, ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ, സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പോൾ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? അത് വിൻസ്റ്റൺ ചർച്ചിലാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാമെന്നും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാമെന്നും ക്രിപ്സ് മിഷൻ വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ രണ്ടാം മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാമെന്നും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാമെന്നും ഇന്ത്യക്കാരെ എന്ത് ചെയ്യാം, നേതൃത്വത്തിൽ ഒരു ഭരണ നിർമ്മാണ സഭ രൂപീകരിക്കാം, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കാം എന്നുള്ളതൊക്കെയായിരുന്നു ക്രിപ്സ് മിഷന്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് വേണമെങ്കിൽ ചോദിക്കാം, നല്ലൊരു ചോദ്യമാണ്. ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടതിനാലാണ്. അപ്പോൾ ക്രിപ്സ് മിഷനെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എന്താണ്, അതായത് ഇന്ത്യക്ക് ഉടനടി എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന സ്വാതന്ത്ര്യം തരുന്നില്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ ക്രിപ്സ് മിഷന്റെ ഭാഗമായിട്ട് ഇവർ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകാം എന്നുള്ളതായിരുന്നു ഇതിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചോ. അതേപോലെ തന്നെ ക്രിപ്സ് മിഷൻ മുസ്ലിം ലീഗും അംഗീകരിക്കാത്തതിന്റെ കാരണവും പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാലാണ്. അപ്പോൾ ക്രിപ്സ് മിഷനെ നിലവിൽ 2 ടീമുകളാണ് ഇപ്പോഴും അംഗീകരിക്കാതിരുന്നത്. അതാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കോൺഗ്രസ് ആണ്, മറ്റൊന്ന് ആരാന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനാണ്. കോൺഗ്രസ് അംഗീകരിക്കാതിരുന്നതിന്റെ റീസൺ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്നൊന്നും ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നില്ല, സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ള കാര്യം അവർ പറയുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധാനന്തരം പുത്രിക രാജ്യ പദവി നൽകാം, അതും ഫുൾ പവർ ഇന്ത്യക്ക് കിട്ടുന്നില്ല. അതിനുശേഷം എന്താണ്, ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു, അതിലേക്ക് എന്താണ് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുന്നു, അങ്ങനെ ഇന്ത്യക്കാരുമായി എന്താണ് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്നൊരു എന്താണ് ഈ പറയുന്ന ഫുൾ പവർ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം കൊണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യാണ്, ഇത് നിരാകരിക്കപ്പെടുകയാണ്. ഇനി പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തത് കൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ആ ഒരു ക്രിപ്സ് മിഷനെ എന്ത് ചെയ്തത്, അവര് എതിർത്തത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 1942 ഏപ്രിൽ 12-നാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 42 ഏപ്രിൽ 12. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിപ്സ് മിഷനെയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെയാണ് മക്കളെ, ക്രിപ്സ് മിഷനെയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി തവണ ചോദിച്ചൊരു ചോദ്യം കൂടിയാണിത്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് പറഞ്ഞത് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ക്രിപ്സ് മിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്രിപ്സ് മിഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്രിപ്സ് മിഷൻ എന്നാണ് നിലവിൽ ഇന്ത്യയിൽ വന്നതെന്ന് ചോദിച്ചാൽ 42 മാർച്ച് 22. ആ സമയത്ത് ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്രിപ്സ് മിഷനെ, അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ക്രിപ്സ് മിഷൻ ഇങ്ങോട്ടേക്ക് വന്നത്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എന്തായിരുന്നു ക്രിപ്സ് മിഷൻ മുന്നോട്ടേക്ക് വെച്ച വാഗ്ദാനം എന്ന് ചോദിച്ചാൽ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് എന്ത് ചെയ്യാം, പുത്രിക രാജ്യ പദവി നൽകാം, ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന രൂപീകരണ സഭ രൂപീകരിക്കാം. ഇതൊക്കെയായിരുന്നു ക്രിപ്സ് മിഷൻ മുന്നോട്ടേക്ക് വെച്ച വാഗ്ദാനം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും എതിർപ്പ് പ്രകടിപ്പിച്ച 2 സംഘടനകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഒന്ന് മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്രിപ്സ് മിഷനെ നിരാകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, നിലവിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്നുള്ള ആവശ്യം എന്താണ് നിരാകരിക്കപ്പെട്ടു. പകരം എന്താണ് പുത്രിക രാജ്യ പദവിയാണ് നൽകുക എന്നുള്ളത് പറഞ്ഞത്. അതുകൊണ്ടാണ് ആര് നിരാകരിച്ചത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിരാകരിച്ചത്. എന്നാൽ എന്താണ് പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തത് കൊണ്ട് ക്രിപ്സ് മിഷനെ നിരാകരിച്ചതാണ് ആരെന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് എന്നാന്ന് ചോദിച്ചാൽ 1942 ഏപ്രിൽ 12-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത്. അപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ എന്തിനെയാണ്, ക്രിപ്സ് മിഷനെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി എന്തിനെയാണ്, ക്രിപ്സ് മിഷനെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം വേവൽ പ്ലാൻ. വേവൽ പ്ലാൻ മുന്നോട്ട് വച്ച വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1945 ജൂൺ 14. വേവൽ പ്ലാൻ മുന്നോട്ട് വെച്ച വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അത് വേവൽ പ്രഭു ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതെന്തായാലും കിട്ടും. വേവൽ പ്ലാൻ ആരാണ് മുന്നോട്ടേക്ക് വെച്ചതെന്ന് ചോദിച്ചാൽ അത് വേവൽ പ്രഭു ആണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വർഷം എന്നാന്നുള്ളത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം, കാരണം ഒത്തിരി എക്സാമുകൾക്ക് നിലവിൽ ചോദിച്ചു പോയതാണ്. വേവൽ പ്ലാൻ നിലവിൽ വന്ന വർഷം എന്നാന്നുള്ളത് 45 ജൂൺ 14, അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. 1945 ജൂൺ 14. വേവൽ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയ യോഗമാണ് സിംല കോൺഫറൻസ് 1945. ഓക്കെ, അപ്പോൾ വേവൽ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയ യോഗമാണ് സിംല കോൺഫറൻസ്. 1945 ജൂൺ 25 മുതൽ ജൂലൈ 14 വരെയാണ് സിംല കോൺഫറൻസ് നടന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വേവൽ പ്ലാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ
വേവൽ പ്ലാൻ മുന്നോട്ട് വെച്ച വൈസ്രോയിയാണ് വേവൽ പ്രഭു. അതേപോലെ തന്നെ വേവൽ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗമാണ് സിംല കോൺഫറൻസ്. 45 ജൂൺ 25 മുതൽ ജൂലൈ 14 വരെയായിരുന്നു സിംല കോൺഫറൻസ്. ഈ പ്രസ്താവനകൾ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ്, ഈ പ്രസ്താവന എല്ലാം ശരിയാണ് എന്നുള്ളതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സിംല കോൺഫറൻസിൽ പങ്കെടുത്ത ആകെ വ്യക്തികൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. സിംല കോൺഫറൻസിൽ പങ്കെടുത്ത ആകെ വ്യക്തികൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 21 പേരാണ് സിംല കോൺഫറൻസിൽ പങ്കെടുത്ത ആകെ വ്യക്തികൾ. അപ്പൊ ടോട്ടൽ മെമ്പേഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ സിംല കോൺഫറൻസിലെ 21 മെമ്പേഴ്സ് ആണ് സിംല കോൺഫറൻസിൽ പങ്കെടുത്ത ആകെ വ്യക്തികൾ. സിംല സമ്മേളന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, അപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് സിംല സമ്മേളന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. സിംല കോൺഫറൻസ് പരാജയപ്പെടാനുള്ള കാരണം എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്കുള്ള മുസ്ലിങ്ങളുടെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അവകാശം മുസ്ലിം ലീഗിന് മാത്രമായി വേണമെന്ന ജിന്നയുടെ നിർദ്ദേശമാണ്. അപ്പോൾ എന്താണ് സിംല കോൺഫറൻസ് പരാജയപ്പെടാനുണ്ടായ കാരണമെന്ന് ചോദിച്ചാൽ എക്സിക്യൂട്ടീവ് കൗൺസിലേക്കുള്ള മുസ്ലിങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അവകാശം മുസ്ലിം ലീഗിന് മാത്രമായി വേണമെന്നുള്ള ജിന്നയുടെ നിർദ്ദേശം. ഇന്ത്യക്കാർക്ക് സ്വതന്ത്രമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് വേവൽ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച പദ്ധതി ഏതാണ് താഴെ പറയുന്നവയിൽ എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ വേവൽ പ്ലാൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച പദ്ധതിക്ക് പറയുന്ന പേരാണ് വേവൽ പ്ലാൻ. ഇനി പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു വേവൽ പ്ലാന്റെ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നിർദ്ദേശമായിരുന്നു എന്തെന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാം. പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഇടക്കാല ഗവൺമെന്റിനു നൽകാം. അപ്പോൾ ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെന്റ് തിരഞ്ഞെടുത്തു. ഇനി പ്രതിരോധം ഒഴികെയുള്ള ബാക്കി എല്ലാ വകുപ്പുകളും എന്ത് ചെയ്യാം? ഭരണ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഇടക്കാല ഗവൺമെന്റിന് നൽകാം. പുനഃസംഘടിപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും തുല്യ പ്രാധാന്യം ലഭിക്കും. അതേപോലെ തന്നെ വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനും മാത്രമായി ചുരുങ്ങുന്നു. ഓക്കെ, അപ്പോൾ വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലിനും അതേപോലെ തന്നെ മുഖ്യ സൈന്യാധിപനുമായി ചുരുങ്ങുന്നു. അപ്പോൾ ആകെ മുന്നോട്ടേക്ക് വെച്ച വേവൽ പ്ലാനിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് മക്കളെ 4 എണ്ണമാണുള്ളത്. ഒന്ന്, ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെന്റ്. ഹിന്ദുക്കളും ഉണ്ടാവും മുസ്ലിങ്ങളും ഉള്ള അവർക്ക് തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെന്റ്. ഇനി പ്രതിരോധം എന്ന് പറയുന്ന ആ ഒരു വകുപ്പ് ഒഴികെ ബാക്കിയെല്ലാം ഭരണ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഇടക്കാല ഗവൺമെന്റിന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ പുനഃസംഘടിപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും തുല്യ പ്രാധാന്യമായിരിക്കും ലഭിക്കുന്നത്. വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലും അതേപോലെ തന്നെ മുഖ്യ സൈന്യാധിപനുമായി മാത്രം ചുരുങ്ങുന്നു. ഇതായിരുന്നു വേവൽ പ്ലാൻ മുന്നോട്ടേക്ക് വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണ് വേവൽ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വേവൽ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് വേവൽ പ്ലാൻ മുന്നോട്ടേക്ക് വച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വേവൽ പ്രഭുവാണ്. അതേപോലെ തന്നെ വേവൽ പ്ലാൻ മുന്നോട്ട് വെച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1945 ജൂലൈ 14 എത്ര പേരാണ് പങ്കെടുത്ത വ്യക്തികൾ എന്ന് ചോദിച്ചാൽ സിംല കോൺഫറൻസിൽ 21 പേരാണ്. സിംല സമ്മേളനത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്യാബിനറ്റ് മിഷൻ ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ എന്നാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ളത് ആദ്യം ചോദിക്കാറുണ്ട്. ഇപ്പോഴും PSC എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ക്യാബിനറ്റ് മിഷൻ എന്നുള്ളതും അതിൻ്റെ ബാക്കി വസ്തുതകളും നമുക്ക് നോക്കാം. ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്തുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച മിഷനാണ് എന്തെന്ന് പറയുന്നത് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ആരാണ് വ്യക്തി? ക്ലെമന്റ് ആറ്റ്ലി
ഇന്ത്യയിലേക്ക് അയച്ച മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1946 മാർച്ച് 23-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്ന വർഷം എന്നാ ചോദിച്ചാൽ 46 മാർച്ച് 23. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 23-ന് എവിടെ വന്നു? കറാച്ചിയിലും തുടർന്ന് 24-ന് ഡൽഹിയിലും എത്തി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് ഒത്തിരി തവണ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് വൺ വേർഡ് ആയിട്ടും ചോദിച്ചു പോയ ചോദ്യമാണ്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളിൽ ഉൾപ്പെട്ടതാരാണ്, ഉൾപ്പെടാത്തതാരാണ്, ആരാണ് ചെയർമാൻ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ. അപ്പോൾ നമുക്കിത് ഓരോന്നും പഠിച്ച് സെറ്റാക്കി പോവാം. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ്: ഒന്ന്, പെത്വിക് ലോറൻസ് എന്ന് പറയുന്നത്, പെത്വിക് ലോറൻസ്. രണ്ടാമത്തെ വ്യക്തിയാണ് സ്റ്റാഫോർഡ് ക്രിപ്സ്. മൂന്നാമത്തെ വ്യക്തിയാണ് AV അലക്സാണ്ടർ. ഓക്കെ, AV അലക്സാണ്ടർ. ഓക്കെ, അപ്പോൾ 3 വ്യക്തികളെ നമ്മൾ പഠിച്ചു വയ്ക്കണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ വ്യക്തിയാണ് പെത്വിക് ലോറൻസ്. ഒന്ന് പറഞ്ഞ മക്കളെ, പെത്വിക് ലോറൻസ്. 2, സ്റ്റാഫോർഡ് ക്രിപ്സ്, സ്റ്റാഫോർഡ് ക്രിപ്സ്. 3, AV അലക്സാണ്ടർ. ഏറ്റവും കൂടുതൽ PSC ചോദിച്ച ചോദ്യമാണ് ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളത്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത്? പെത്വിക് ലോറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെത്വിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ ആകെ എത്ര പേരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേരാണ്. ഒന്നാമത്തത് പെത്വിക് ലോറൻസ്, 2 സ്റ്റാഫോർഡ് ക്രിപ്സ്, 3 AV അലക്സാണ്ടർ. എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത്? ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച മിഷനാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെത്തിയത് 46 മാർച്ച് 23-നും അതേപോലെ തന്നെ എന്താണ് കറാച്ചിയിലെത്തിയത് മാർച്ച് 23-നും അതേപോലെ തന്നെ എന്താണ് ഡൽഹിയിലെത്തിയതാണ് 1946 മാർച്ച് 24-ന് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്നാ ചോദിച്ചാൽ 46 മെയ് 16-നാണ് ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്നാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റാ. എന്നാണ്? 46 മെയ് 16. ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 46-ൽ തന്നെയാണ്. ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുക, ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുക, ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിക്കുക. അപ്പോൾ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഒരു ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു ശുപാർശ മുന്നോട്ടേക്ക് വെച്ചത്. അടുത്തതാണ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചു. അങ്ങനെ 46 സെപ്റ്റംബർ 2 ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇവിടെ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇവിടുത്തെ വൈസ്രോയി ആരാ? വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 46 മെയ് 16-നാണ് ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ വർഷം എന്നാന്ന് ചോദിച്ചാൽ 46 ജൂൺ 29 ഓർത്തു വയ്ക്കുക. അപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചത് 46 മെയ് 16-ആണ്. എന്നാണ് ഇന്ത്യയിൽ നിന്നും മടങ്ങിയത് ക്യാബിനറ്റ് മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 46 ജൂൺ 29 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ. എന്നാണ് ഇത് വന്നത് എന്നുള്ളത്, അതേപോലെ തന്നെ ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെമ്പേഴ്സ് എന്നുള്ളത്, ആരാണ് ഇതിൻ്റെ ചെയർമാൻ എന്നുള്ളത്, എന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളതും എന്നാണ് ഇവിടെ നിന്ന് മടങ്ങിയത് എന്നുള്ളതും ഉൾപ്പെടെ ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? 1 2 തവണ എന്ത് ചെയ്യുക? കേൾക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. ഇടക്കാല മന്ത്രിസഭയിലെ അംഗങ്ങൾ 1946 സെപ്റ്റംബർ 2. പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് വേവൽ പ്രഭു ആണ്. കമാൻഡർ ഇൻ ചീഫ് ആണ് സർ ക്ലൗഡ് അനൗച്ച് ലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ
പ്രസിഡന്റ് ആരാണ്? വേവൽ പ്രഭു ആണ്. അപ്പോൾ ഇടക്കാല മന്ത്രിസഭ 1946 സെപ്റ്റംബർ 2-നാണ് വന്നത്. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? വേവൽ. ഓക്കെ, അപ്പോൾ 1946 സെപ്റ്റംബർ 2-നാണ് ഇടക്കാല മന്ത്രിസഭ നിലവിൽ വന്നത്. അതിന്റെ പ്രസിഡന്റ് നമ്മൾ പറഞ്ഞു വേവൽ പ്രഭു. അതേപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ ക്ലൗഡ് ഓച്ചിൻ ലക്കാണ്. സർ ക്ലൗഡ് ഓച്ചിൻ ലക്കാണ് എന്തെന്ന് പറയുന്നത്? കമാൻഡർ ഇൻ ചീഫ്. വൈസ് പ്രസിഡന്റ് വിദേശകാര്യം ആരാ ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. വൈസ് പ്രസിഡന്റും വിദേശകാര്യവും ജവഹർലാൽ നെഹ്റു. ആഭ്യന്തരം, ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സർദാർ വല്ലഭായി പട്ടേൽ. കൃഷി ഭക്ഷ്യമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കൃഷി ഭക്ഷ്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കല, വിദ്യാഭ്യാസം, ആരോഗ്യം അത് ഷാഫത്ത് അഹമ്മദ് ഖാൻ ആണ്. ഓക്കെ, അപ്പോൾ കലാവിദ്യാഭ്യാസം ആരോഗ്യം ഷാഫത്ത് അഹമ്മദ് ഖാൻ. കൊമേഴ്സ് ആണ് CH ബാബ. CH ബാബയാണ് കൊമേഴ്സ്. പ്രതിരോധം ബൽദേവ് സിംഗ്. ധനകാര്യം ജോൺ മത്തായി. വ്യവസായം വിതരണം C രാജഗോപാല ആചാര്യാണ്. വ്യവസായം വിതരണം C രാജഗോപാല ആചാരി. തൊഴില് ജഗ്ജീവൻ റാമാണ്. നിയമം സയ്യിദ് അലി സഹീറാണ്. സയ്യിദ് അലി സഹീറാണ് നിയമം. സയ്യിദ് അലി സഹീറാണ്. അപ്പോൾ തൊഴില് ജഗ്ജീവൻ റാം. വ്യവസായം വിതരണം C രാജഗോപാല ആചാരി. ധനകാര്യം ജോൺ മത്തായി. പ്രതിരോധം ബൽദേവ് സിംഗ്. കൊമേഴ്സ് CH ബാബ. കല, വിദ്യാഭ്യാസം, ആരോഗ്യം ഷാഫത്ത് അഹമ്മദ് ഖാൻ. കൃഷി ഭക്ഷ്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആഭ്യന്തരം, ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സർദാർ വല്ലഭായി പട്ടേൽ. വൈസ് പ്രസിഡന്റ് വിദേശകാര്യം ജവഹർലാൽ നെഹ്റു. കമാൻഡർ ഇൻ ചീഫ് ക്ലൗഡ് ഓച്ച് ലക്കാണ്. സർ ക്ലൗഡ് ഓച്ചിങ് ലക്കാണ്. ഓക്കെ, പ്രസിഡന്റ് വേവൽ പ്രഭു. ഇത്രയും കാര്യങ്ങളാണ് ഇടക്കാല മന്ത്രിസഭയിൽ 1942 സെപ്റ്റംബർ 2-ന് വന്നത്. ഓക്കെ, ഇനി റെയിൽവേ വാർത്താവിനിമയം പോസ്റ്റ് ആൻഡ് എയർ ആണ് MS അഫ് അലി. അതേപോലെ തന്നെ ഖനികൾ, ഊർജം ശരത് ചന്ദ്ര ബോസ്. ഇടക്കാല മന്ത്രിസഭയിൽ ആദ്യം ചേരാതിരുന്ന മുസ്ലിം ലീഗ് പിന്നീട് ഇടക്കാല മന്ത്രിസഭയിൽ ചേരാൻ സന്നദ്ധ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന ശരത് ചന്ദ്ര ബോസ്, അഹമ്മദ് ഖാൻ, സയ്യിദ് അലി സഹീർ എന്നിവർ രാജിവെക്കുകയും ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇടക്കാല മന്ത്രിസഭയിൽ ആദ്യം ചേരാതിരുന്നത് മുസ്ലിം ലീഗാണ്. പിന്നീട് എന്ത് ചെയ്യാണ്? ഇടക്കാല മന്ത്രിസഭയിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് എന്ത് ചെയ്യാണ്? നിലവിലുണ്ടായിരുന്ന ശരത് ചന്ദ്ര ബോസ്, അഹമ്മദ് ഖാൻ, സയ്യിദ് അലി സഹീർ എന്നിവർ രാജിവെക്കുകയാണ് ഈ ഒരു സ്ഥാനത്ത് നിന്ന്. അങ്ങനെ വന്നാൽ പുതിയ അംഗങ്ങളാണ് ധനകാര്യം ലിയാഖത്ത് അലി ഖാൻ, കൊമേഴ്സ് MM ചുന്ദ്രിക്കർ, പോസ്റ്റ് ആൻഡ് എയർ അബ്ദുൾ റബ്ബ് നിഷ്ടാർ. ഇനി ആരോഗ്യമാണ് ഗാസർ അലി ഖാൻ. അതേപോലെ തന്നെ നിയമമാണ് ജോൺ കേന്ദ്രനാഥ് മണ്ഡൽ. ഇനി പുതിയ അംഗങ്ങളുടെ വരവോടെ ജോൺ മത്തായി, C രാജഗോപാലാചാരി, CH ബാബ എന്നിവരുടെ വകുപ്പുകൾ താഴെ പറയുന്ന പ്രകാരം മാറ്റുകയാണ്. അങ്ങനെ വ്യവസായം വിതരണം ജോൺ മത്തായിയായി. കലാവിദ്യാഭ്യാസം C രാജഗോപാലാചാരി. ഖനികൾ, ഊർജം CH ബാബ. അങ്ങനെ ആ പോസ്റ്റ് എന്ത് ചെയ്യാണ്? വീണ്ടും മാറുകയാണ്. ഓക്കെ, അപ്പോൾ പുതിയ അംഗങ്ങളുടെ വരവോടെയാണ് ജോൺ മത്തായി, അതേപോലെ തന്നെ ആരൊക്കെ? C രാജഗോപാലാചാരി, CH ബാബ എന്നിവരുടെ വകുപ്പുകൾ എന്ത് ചെയ്യാണ്? മാറുന്നത്. അങ്ങനെയാണ് വ്യവസായം വിതരണം ജോൺ മത്തായി, കലാവിദ്യാഭ്യാസം C രാജഗോപാലാചാരി, ഖനികൾ, ഊർജം CH ബാബയായിട്ട് മാറുകയാണ്. ഓക്കെ, യെസ്. അടുത്ത നമുക്ക് പഠിക്കാം മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ലൂയിസ് മൗണ്ട് ബാറ്റൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒത്തിരി തവണ PSC ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യം വീണ്ടും പറഞ്ഞതാണ് ക്യാനിങ് പ്രഭുവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. അപ്പോൾ നമ്മൾ ക്യാനിങ് പ്രഭുവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഇങ്ങനെയായിരുന്നു: ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയി. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയും ക്യാനിങ് പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൂയിസ് മൗണ്ട് ബാറ്റൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആണ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമാണ് മൗണ്ട് ബാറ്റൻ.
ലൂയിസ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1947 മാർച്ച് 22-നാണ് ലൂയിസ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാണ് 1947 മാർച്ച് 22. ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി മൗണ്ട് ബാറ്റൻ പ്ലാൻ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ജൂൺ 3 പ്ലാൻ, ബാൽക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചതാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്ലാൻ അതർവൈസ് നോൺ എസ് എന്തൊക്കെയാണ്, ജൂൺ 3 പ്ലാൻ, ബാൽക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ. അപ്പോൾ 3 പ്ലാനുകൾ അറിയപ്പെടുന്നത് എന്ത് തന്നെയാ, മൗണ്ട് ബാറ്റൻ പ്ലാന്റെ 3 വിശേഷണങ്ങളാണ്, അല്ലെങ്കിൽ 3 പേരുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, മൗണ്ട് ബാറ്റൻ പ്ലാൻ അറിയപ്പെടുന്നുണ്ട്. അതാണ് ഏതൊക്കെയെന്ന് പറയുന്നത്, ഒന്ന് ജൂൺ 3 പ്ലാൻ, ഏതാണ്, ജൂൺ 3 പ്ലാൻ. രണ്ടാണ് ബാൽക്കൻ പ്ലാൻ. 3 ഡിക്കി ബേർഡ് പ്ലാൻ. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്ലാൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ എന്തൊക്കെയാ, ജൂൺ 3 പ്ലാൻ, ബാൽക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ. 1947 ജൂൺ 3 ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ വെച്ചാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ അവതരിപ്പിച്ചത്. അപ്പോൾ 47 ജൂൺ 3, അതുകൊണ്ടാണ് ഇതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നത്, ജൂൺ 3 പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 1947 ജൂൺ 3 ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ വച്ചാണ് മൗണ്ട് ബാറ്റൻ ഈ പ്ലാൻ അവതരിപ്പിച്ചത്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം എന്ന ആശയം മുന്നോട്ട് വച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം എന്നതായിരുന്നു എന്തിൻ്റെ, മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ ആശയം എന്ന് പറയുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതിയെ അംഗീകരിച്ചു. ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് സർ സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ്, ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, സർ സിറിൽ റാഡ്ക്ലിഫ് ആണ്, സർ സിറിൽ റാഡ്ക്ലിഫ്. അധികാര കൈമാറ്റത്തിനായി 47 ഓഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് VP മേനോനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്, VP മേനോനാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്റ്റാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്ന ലൂയിസ് മൗണ്ട് ബാറ്റൻ അദ്ദേഹം ഇന്ത്യയിലെത്തി 47 മാർച്ച് 22. അങ്ങനെ ഇന്ത്യ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനും വേണ്ടി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു എന്തെന്ന് പറയുന്നത്, മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്. ഈ പദ്ധതി അറിയപ്പെട്ട മറ്റു 3 പേരുകളാണ് ജൂൺ 3 പ്ലാന്, ബാൽക്കൻ പ്ലാന്, ഡിക്കി ബേർഡ് പ്ലാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. അടുത്ത നമുക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണ 1948 ജൂൺ 30 അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് തങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യം വേണമെന്ന് അവകാശവാദവുമായി മുന്നോട്ട് വന്നു. അപ്പോൾ ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി മൗണ്ട് ബാറ്റൻ പദ്ധതി രൂപവൽക്കരിച്ചത് 47 ജൂൺ 3 ജൂൺ 3 അങ്ങനെ മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്നു ഏത് പേരിൽ, ജൂൺ 3 പ്ലാൻ അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെ പേരുകളിൽ. ഈ പദ്ധതിയെ കോൺഗ്രസും മുസ്ലിം ലീഗും അംഗീകരിച്ചു. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 47. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947.
ഓക്കെ, ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ രൂപീകരണത്തിനും ഈ നിയമം എന്ത് ചെയ്യാണ്, കാരണമാവുകയാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി നിർത്തലാക്കുകയും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സ് എന്ന ഉദ്യോഗസ്ഥന് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ രേഖകളിൽ നിന്നും ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പ്രയോഗം നീക്കം ചെയ്തു. അങ്ങനെ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുകയും ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ലെങ്കിൽ ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് 47 ജൂലൈ 4 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നിയമത്തിന് രാജകീയ അംഗീകാരം ലഭിച്ചതെന്നാണ് ചോദിച്ചാൽ 47 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1947 ഓഗസ്റ്റ് 15. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്നാന്ന് ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 15. 47 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം 1948 ജൂൺ 30 അവസാനിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് തങ്ങൾക്ക് ഒരു സ്വതന്ത്ര രാജ്യം വേണമെന്ന അവകാശവാദവുമായി മുന്നോട്ട് വരികയും ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി മൗണ്ട് ബാറ്റൺ പദ്ധതി രൂപവൽക്കരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ പദ്ധതി അറിയപ്പെട്ട മറ്റു പേരുകളായിരുന്നു നമ്മൾ പറഞ്ഞു ജൂൺ 3 പ്ലാന്, ബാൽക്കൻ പ്ലാൻ, അതേപോലെ തന്നെ ഡിക്കി ബേഡ് പ്ലാൻ എന്നുള്ളതൊക്കെ. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന നാഴികക്കല്ലുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി ആരാ ചോദിച്ചാൽ ഈ ഒരു ചോദ്യം എത്ര തവണ PSC ചോദിച്ചതെന്ന് അറിയത്തില്ല. കാരണം അത്രയും തവണ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ബേസ് ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം, ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തിയാണ് MN റോയ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ തെറ്റിച്ച ആ ഒരു എക്സാം പോലും എഴുതിയിട്ട് കാര്യമില്ല. കാരണം അത്രത്തോളം എന്താണ് ബേസ് ലെവലിലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയ്. മുന്നോട്ട് വെച്ചത് ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് പത്രത്തിലൂടെയാണ് മുന്നോട്ട് വച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് MN റോയ് 1934 ഉന്നയിച്ചിരുന്നു. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് സ്വരാജ് പാർട്ടിയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടിയാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അത് ബോംബെ സമ്മേളനമാണ് 1935. അപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനമാണ് ബോംബെ സമ്മേളനം. നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1935. 35 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 35 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനമാണ് ഫൈസ്പൂർ സമ്മേളനം 36. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അത് ഫൈസ്പൂർ സമ്മേളനമാണ് 36. ഫൈസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. ഫൈസ്പൂര് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് PSC ചോദിച്ചിട്ടുണ്ട്. ഏത് സംസ്ഥാനത്താ? മഹാരാഷ്ട്രയിലാണ് ഫൈസ്പൂർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫൈസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ഫൈസ്പൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലാണ്. ബാഹ്യശക്തികളുടെ സ്വാധീനമില്ലാതെ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് 1938 ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കണമെന്ന പ്രമേയം
നെഹ്റു അവതരിപ്പിച്ച സമ്മേളനമാണ് ബോംബെ സമ്മേളനം 27 മെയ് 17. ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കാൻ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി കോൺഫറൻസിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് 1928 മെയ് 19. മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 10-നാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 47 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയായിരുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26 വ്യാഴാഴ്ചയായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ നിലവിൽ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ജോൺ ആറാമനാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് രാജാവായിരുന്നു ജോൺ 6. അതേപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ മക്കളെ അത് ക്ലെമന്റ് ആറ്റ്ലി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ വൈസ്രോയി ആരാന്നുള്ളത് നമുക്കറിയാം, മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, അത് JB കൃപലാനി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. KPCC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് K കേളപ്പനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജാവ് ജോൺ 6, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആണ്, ഇന്ത്യയുടെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ ആണ്, കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനിയാണ്, KPCC പ്രസിഡന്റ് K കേളപ്പനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന നാഴികക്കല്ലുകളിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ദിവസം നമ്മൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിക്ക് മുമ്പ് നമ്മൾ ഈ പറഞ്ഞത് ഓടിച്ചൊന്ന് പറയാം. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MN റോയി ആണ്. അത് MN റോയി ഏത് പത്രത്തിലൂടെയാണ്? ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ്. അതേപോലെ തന്നെ ഏതായിരുന്നു മുന്നോട്ടേക്ക് വെച്ച രാഷ്ട്രീയ പാർട്ടി എന്ന് ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോംബെ സമ്മേളനമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 35-ലാണ്. ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഫൈസ്പൂർ സമ്മേളനമാണ് 1936. ഫൈസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഫൈസ്പൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാ? അത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളൂ. അടുത്ത് നമുക്ക് മലയാളവും അതേപോലെ തന്നെ ഇംഗ്ലീഷും അതേപോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള 25ഓളം ചോദ്യങ്ങൾ കണക്കുമായി ബന്ധപ്പെട്ടത് ടെലഗ്രാമിലേക്ക് ഇടും. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ചെയ്തു പോവുക. അപ്പോൾ നമുക്ക് മലയാളം ഇംഗ്ലീഷ് നോക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ മലയാളത്തിലെ ശൈലികൾ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി എക്സാമുകളിൽ ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ച മലയാളത്തിലെ ശൈലികളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം എല്ലാവർക്കും പഠിക്കാൻ സമയം വളരെ കുറവാണ്. പിന്നെ ക്ലാസ്സുകൾ വലിയ ക്ലാസ്സുകളൊക്കെയാണെങ്കിൽ അത് മൊത്തം കണ്ടു തീർക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം അങ്ങ് പറഞ്ഞു തരിക, അതങ്ങ് നിങ്ങൾ പഠിക്കുക, അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച മലയാളത്തിലെ ശൈലികൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? ഇനി ഇതിൽ നിന്നും സോർട്ട് ചെയ്യാതെ മൊത്തമായി പഠിച്ചു തീർക്കാനായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കേളി കൊട്ടുക. കേളി കൊട്ടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താ ചോദിച്ചാൽ പരസ്യപ്പെടുത്തുക. നമ്മൾ പറയാറില്ലേ കേളി കൊട്ടി എന്നുള്ളത്. അപ്പോൾ പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ്. കേളി കൊട്ടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥമാണ് പരസ്യപ്പെടുത്തുക. കൊള്ളിവാക്ക്. കൊള്ളിവാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുത്തുവാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിലവരെയൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അതിങ്ങനെ കൊള്ളിച്ചു പറയുമെന്ന് പറയാം. അപ്പോൾ അത് അവരെ കുത്തിയാണത് പറയുന്നത് എന്നുള്ളത് അവർക്കും മനസ്സിലാവും, ഈ പറഞ്ഞയാൾക്കും മനസ്സിലാവും. അതിനെയാണ് നമ്മൾ ചില നാട്ടിലൊക്കെ പറയാറുണ്ട് കൊള്ളിവാക്ക് പറയുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കുത്തുവാക്കെന്നും പറയുന്നത്. കുളം കോരുക. കുളം കോരുക എന്ന് വെച്ചാൽ നശിപ്പിക്കുക. ഇപ്പം നമ്മൾ ചില സ്ഥലങ്ങളിൽ കുളം തോണ്ടി എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പം കുളം കോരുക, കുളം തോണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അതവൻ കുളം തോണ്ടി എന്ന് പറഞ്ഞാൽ അത് നശിപ്പിച്ചു എന്നുള്ളതാണ് ആ ഒരു ശൈലിയുടെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ കുളം കോരുക, കുളം തോണ്ടിയൊക്കെ നശിപ്പിക്കുക. കല്ലും നെല്ലും തിരിക്കുക. അതായത് നല്ലതും ചീത്തയും. നമ്മളിപ്പോൾ കല്ലും ഏതാന്നുള്ളതും അതേപോലെ തന്നെ നെല്ല് ഏതാന്നുള്ളതും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം ഇപ്പോൾ ഒക്കെ സോട്ടക്സ് റൈസ് അല്ലേ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നെല്ലിൻ്റെ അകത്ത് കല്ലോ അതേപോലെ തന്നെ ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ആർക്കും അറിയാൻ പറ്റില്ല. പിന്നെ കല്ല് നമ്മൾ പറക്കി ഈ പറയുന്ന അരിയിൽ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഒന്ന് പറക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ അതിലേക്കൊന്നും ആരും പോകത്തില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പണ്ടൊക്കെ ഈ പറയുന്ന നെല്ലൊക്കെ കുത്തി
എന്താണ് അരിയൊക്കെ എടുത്ത് അങ്ങനെ എടുക്കുമ്പോഴൊക്കെയാണ് ഈ പറയുന്ന പോലെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ആ ഒരു സംഭവത്തിൻ്റെ ഇതിൽ നിന്നാണ് അതിൻ്റെ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുക എന്നാണ് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. അതായത് കല്ല് മാറ്റുക, അതേപോലെ നെല്ല് സെപ്പറേറ്റ് മാറ്റി ചെയ്യുക, ഭക്ഷ്യയോഗ്യമാക്കുക. അപ്പോൾ അതാണ് നല്ലതും ചീത്തയും വേർതിരിക്കുക, അതാണ് കല്ലും നെല്ലും തിരിക്കുക. അടുത്തത് ഹരിചന്ദ്രൻ. ഹരിചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവാനാണ്. അപ്പോൾ ഹരിചന്ദ്രൻ എന്ന് നമ്മൾ ചില ആൾക്കാരെ പറയും അവർ ഭയങ്കരമായിട്ട് സത്യം മാത്രം പറയും. ചില സത്യസന്ധന്മാർ അവസാനം ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹരിചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സത്യവാൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭയങ്കര ഫ്രണ്ട്സുകളിൽ ഭയങ്കര ഹരിചന്ദ്രനായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഏതാന്നുള്ളത്. ഓക്കെ, ഇനി സുഗ്രീവാജ്ഞ കർശനമായ കൽപ്പനയാണ്. സുഗ്രീവാജ്ഞ എന്ന് പറയുന്നത് കർശനമായ കൽപ്പന. അതേപോലെ സിംഹാവലോകനം, അതായത് ആകെ കൂട്ടി നോക്കുക. ഓക്കെ, ആകെ കൂട്ടി നോക്കുന്നതിനാണ് സിംഹാവലോകനം എന്ന് പറയുന്നത്. ആകെ കൂട്ടി നോക്കുക. വളം വച്ചു കൊടുക്കുക. വളം വച്ചു കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രേരിപ്പിക്കുക എന്നതാണ് വളം വച്ചു കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെയൊക്കെ അടുത്ത് അച്ഛനമ്മമാർ അതിൻ്റെ അകത്ത് അമ്മയുടെ അടുത്തായിരിക്കും മിക്കപ്പോഴും അച്ഛൻ പറയാറുള്ളത്, നീ അവന് വേണ്ടി വളം വെച്ചു കൊടുത്തോ. അതായത് പ്രേരിപ്പിക്കുക എന്നതാണ് ആ ഒരു ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഗണപതി കല്യാണം. ഗണപതി കല്യാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗണപതി കല്യാണം എന്ന് പറയുന്നത്. ഗണപതി കല്യാണം നടക്കാത്ത കാര്യം. അടുത്തത് ഗ്രഹപ്പിഴ. അത് കാലദോഷത്തെയാണ് ഗ്രഹപ്പിഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാലദോഷം. ചരട് പിടിക്കുക. ചരട് പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുക എന്നതുള്ളതാണ്. ചരട് പിടിക്കുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥമാണ് നിയന്ത്രിക്കുക. തലമറന്ന് എണ്ണ തേക്കുക. തലമറന്ന് എണ്ണ തേക്കുക എന്ന് വെച്ചാൽ അതായത് നിലവിട്ട് പെരുമാറുക. തലമറന്ന് എണ്ണ തേക്കുക എന്ന് വെച്ചാൽ നിലവിട്ട് പെരുമാറുക എന്നതാണ് അർത്ഥം. തലയിൽ കയറുക. തലയിൽ കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത സ്വാതന്ത്ര്യം കാണിക്കുക. ഓക്കെ, അപ്പോൾ ചില കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ പറയും നീ തലയിൽ കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ അതെന്താണ്? അമിത സ്വാതന്ത്ര്യം കാണിക്കുക. അപ്പോൾ ചിലപ്പോൾ കുറച്ച് നമ്മൾ ലിബറൽ ആയി കഴിയുമ്പോൾ അവർ നമ്മളെ തല കയറിയിരിക്കും. അപ്പോൾ എപ്പോഴും ലിമിറ്റ് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ തലയിൽ കയറുക, അമിത സ്വാതന്ത്ര്യം കാണിക്കുക. വേലി തന്നെ വിളവ് തിന്നുക. അതായത് രക്ഷിക്കേണ്ടവർ തന്നെ അതിനെ നശിപ്പിക്കുക. അതാണ് വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മലയാളത്തിലെ ശൈലികളൊന്ന് ഓടിച്ചു നോക്കാം. കേളി കൊട്ടുക, പരസ്യപ്പെടുത്തുക. കൊള്ളിവാക്ക്, കുത്തുവാക്ക്. കുളം കോരുക, നശിപ്പിക്കുക. കല്ലും നെല്ലും തിരിക്കുക, നല്ലതും ചീത്തയും വേർതിരിക്കുക. ഹരിചന്ദ്രൻ സത്യവാൻ. സുഗ്രീവാജ്ഞ കർശനമായ കൽപ്പന. സിംഹാവലോകനം ആകെ കൂട്ടി നോക്കുക. വളം വച്ചു കൊടുക്കുക, പ്രേരിപ്പിക്കുക. ഗണപതി കല്യാണം നടക്കാത്ത കാര്യം. ഗ്രഹപ്പിഴ കാലദോഷം. ചരട് പിടിക്കുക, നിയന്ത്രിക്കുക. തലമറന്ന് എണ്ണ തേക്കുക, നിലവിട്ട് പെരുമാറുക. തലയിൽ കയറുക, അമിത സ്വാതന്ത്ര്യം കാണിക്കുക. വേലി തന്നെ വിളവ് തിന്നുക, രക്ഷിക്കേണ്ടവർ തന്നെ ശിക്ഷിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരെണ്ണം നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കും. അപ്പോൾ അത് എവിടെ നിന്ന് വരും എന്നുള്ളത് അറിയാൻ പാടില്ല. പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട് സാറേ വരുന്നത് മാത്രം ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതി, അപ്പോൾ പിന്നെ എല്ലാം പഠിക്കണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേനെ. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അറിയാവുന്ന വൺ വേർഡ്സ് എല്ലാം പഠിക്കുക. അപ്പോൾ വൺ വേർഡ്സ് പഠിക്കുക, അതേപോലെ തന്നെ ആന്റോണിംസ് പഠിക്കുക, സിനോണിംസ് പഠിക്കുക, ഫോറിൻ വേർഡ്സ് പഠിക്കുക, ഇഡിയംസ് പഠിക്കുക, ഫ്രേസ് പഠിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോരായ്മകളുള്ള ഏതൊക്കെ സബ്ജക്റ്റുകളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല റാങ്കിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എക്സാമുകൾ എപ്പോഴും മസ്റ്റാണ്. അപ്പോൾ അതിക്ക് ഉള്ളിൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു LGS അതേപോലെ തന്നെ LDCയുടെ ഒക്കെ എക്സാംസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2024 മൊത്തമായിട്ട് ചെയ്യുക. 2025 പ്രിലിംസ് 4 സ്റ്റേജ് അതും എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് തരാം, സെറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം മുതൽ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നോക്കാം. ദ സ്റ്റഡി ഓഫ് പ്രാക്ടീസ് ഓഫ് ട്രാവലിംഗ് ത്രൂ ദ എയർ ആണ് എയർനോട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്റ്റഡി ഓഫ് പ്രാക്ടീസ് ഓഫ് ട്രാവലിംഗ് ത്രൂ ദ എയർ, അതിനെയാണ് എയർനോട്ടിക്സ് എന്ന് പറയുന്നത്. ദ സയൻസ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ ബോഡിയാണ് അനാറ്റമി എന്ന് പറയുന്നത്. ദ സയൻസ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ ബോഡിയാണ് അനാറ്റമി. ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ആന്ത്രോപോളജി എന്നാണ് പറയുന്നത്. ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്. റിലേഷൻഷിപ്പ് ബൈ ബ്ലഡ് ഓർ ബെർത്ത് ആണ് കോൺസാങ്ക്വിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ
കോൺസാങ്ക്വിനിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബൈ ബ്ലഡ് ഓർ ബർത്ത് ആണ്. സ്റ്റഡി ഓഫ് പോപ്പുലേഷന് നമ്മൾ പറയുന്നതാണ് ഡെമോഗ്രഫി എന്ന്. സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ, ഡെമോഗ്രഫി. ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ സ്കിൻ ആൻഡ് ഇറ്റ് ഡിസീസസ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ സ്കിൻ ആൻഡ് ഇറ്റ് ഡിസീസസ് ആണ് ഡെർമറ്റോളജി. ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ് എൻറ്റമോളജി. ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്, എൻറ്റമോളജി. ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ് ആണ് എറ്റിമോളജി എന്ന് പറയുന്നത്. ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ്, എറ്റിമോളജി. ദ സ്റ്റഡി ഓഫ് എർത്തിനെ നമ്മൾ പറയും എന്തെന്ന്, ജിയോളജി എന്നാണ് പറയുന്നത്. ദ സ്റ്റഡി ഓഫ് ലേക്ക് ആൻഡ് അതർ ഫ്രഷ് വാട്ടർ ബോഡീസിനെ നമ്മൾ ലിംനോളജി എന്ന പേരിൽ അറിയപ്പെടും. എന്താണ് സ്റ്റഡി ഓഫ് ലേക്ക് ആൻഡ് അതർ ഫ്രഷ് വാട്ടർ ബോഡീസ്, എല്ലാത്തിനെയും നമ്മൾ ലിംനോളജി എന്നാണ് പറയുന്നത്. തടാകവുമായി ബന്ധപ്പെട്ട എന്താണ് എല്ലാ വസ്തുതകളെയും നമ്മൾ പഠിക്കുന്നതിനെ ലിംനോളജി എന്നാണ് പറയുന്നത്. ദ സ്റ്റഡി ഓഫ് കോയിൻസ്, അതായത് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ നുമിസ്മാറ്റിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ദ സ്റ്റഡി ഓഫ് പ്രാക്ടീസ് ഓഫ് ട്രാവലിംഗ് ത്രൂ ദ എയർ, എയറോനോട്ടിക്സ്. ദ സയൻസ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ ബോഡി, അനാറ്റമി. ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്, ആന്ത്രപ്പോളജി. റിലേഷൻഷിപ്പ് ബൈ ബ്ലഡ് ഓർ ബർത്ത്, കോൺസാങ്ക്വിനിറ്റി. Study of population, demography. The scientific study of skin and diseases, dermatology. The study of insects, entomology. The study of the origin of history of words, etymology. The study of earth, geology ആണ്. The study of lake and other freshwater bodies, limnology. The study of coins ആണ് numismatics എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ബാക്കി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മുടെ ടെലഗ്രാമിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ആ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ അതും ഈ പറഞ്ഞ അത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ, ഡിഗ്രി ലെവൽ എക്സാംസ്, പ്രിലിംസിൻ്റെ എല്ലാത്തിൻ്റെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം നിലവിലെല്ലാവരും എന്താണ് നിലവിൽ കൺഫർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡിൻ്റെ മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ കൂടെയുണ്ട്. ASMന് പ്രിപ്പയർ ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ഓരോ ക്ലാസ്സും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. അത്രയും കിടിലമായിട്ടുള്ള ഒരു എന്താണ് നോട്ടുമാണ് അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ SCRT, NCRT, റഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളായിട്ടുള്ള ബുക്കുകൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് നോട്ടും സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം 2025 നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം ഗവൺമെൻറ് ജോലി എന്നുള്ളത് എല്ലാവർക്കും സാക്ഷാത്കരിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.